പശ്ചിമഘട്ട മലനിരകളിൽ വ്യാപക കയ്യേറ്റം. റവന്യൂ ഭൂമിയും വനഭൂമിയും ഭൂമാഫിയകൾ വ്യാപകമായി കയ്യേറുന്നു. ചെങ്ങറ സമരക്കാർക്ക് നൽകിയ ഭൂമിയും മാഫിയകൾ കൈയടക്കി. ഹോംസ്റ്റേകളുടെ മറവിലും കയ്യേറ്റം നടക്കുന്നു. ഭൂരിഭാഗം ഹോംസ്റ്റേകൾ പ്രവർത്തിക്കുന്നതും ടൂറിസം വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ്. മൂന്നാറിന് പിന്നാലെ ഇടുക്കിയുടെ അതിർത്തി ഗ്രാമമായ കാന്തല്ലൂരിലാണ് പശ്ചിമഘട്ട മലകൾ ഇടിച്ചു നിരത്തിയും സർക്കാർ ഭൂമി കയ്യേറിയും അനധികൃത ഹോം സ്റ്റേകൾ പെരുകുന്നത്. പുറമേ നിന്നുള്ളവരും തദ്ദേശീയരുമായ ചിലരാണ് ഭൂമി കയ്യേറ്റത്തിന്റെ പിന്നിൽ. ചെങ്ങറ ഭൂസമരത്തിൽ പങ്കെടുത്തവർക്ക് സർക്കാർ ചന്ദ്രമണ്ഡലത്തിൽ നൽകിയ ഭൂമി പോലും കയ്യേറിയിട്ടുണ്ട്. കൂടാതെ സർക്കാർ രേഖയിൽ വനമെന്ന് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളും ഭൂമാഫിയ കൈയടക്കി. പണ്ട് ഫോറസ്റ്റ് ആയിരുന്ന സ്ഥലം പോലും ഇവർ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ജെണ്ട മാറ്റിക്കെട്ടി മൊത്തം ഏക്കറുകൾ ഈ മല മുഴുവനും ഗ്രാൻഡ് പിടിപ്പിച്ചേക്കുന്നത്. ഇതൊക്കെ വൻകിട മുതലാളിമാരാണ്. പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് നേടാതെയാണ് പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് മുൻകൂർ അനുമതി വേണ്ടെന്ന പഴുതുപയോഗിച്ചാണ് മേഖലയിലെ വൻകിട നിർമ്മാണം അരങ്ങേറുന്നത്. ജില്ലാ ടൂറിസം വകുപ്പിന്റെ ലൈസൻസും ഇവിടെ പല ഹോം സ്റ്റേകൾക്കുമില്ല. വ്യാപകമായ രീതിയിൽ റവന്യൂ ഭൂമിയും വനഭൂമിയും കയ്യേറിയിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിലെ പശ്ചിമഘട്ട മലനിരകളിലാണ് വൻകിട കയ്യേറ്റങ്ങൾ നടക്കുന്നത്. വനം വകുപ്പിന്റെ പഴയ രേഖകളിൽ വനമായി തന്നെ നിലനിൽക്കുന്ന ഈ ഭൂമിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെയാണ് വൻകിടക്കാർ കൈയടക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. ലെസ്ലി ജോൺ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ലെസ്ലി, റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ മൂന്നാറിൽ ഇത്തരം വ്യാപകമായ കയ്യേറ്റങ്ങൾ പല ഘട്ടത്തിലും നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വിധത്തിൽ കാന്തല്ലൂർ കേന്ദ്രീകരിച്ചും ഈ വിധത്തിൽ ഹോം സ്റ്റേകളുടെ മറവിൽ വലിയ രീതിയിലുള്ള കയ്യേറ്റം നടക്കുന്നു എന്നറിയുന്നു. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഒത്താശയോടുകൂടി തന്നെയാണ് എന്ന റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ വ്യാപകമായ കയ്യേറ്റങ്ങൾ നടക്കുന്നത്? സൗമ്യ, ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശമായ കാന്തല്ലൂർ വട്ടവട മേഖലയിലാണ് ഇത്തരത്തിൽ വനം വകുപ്പിന്റെ ഭൂമിയും റവന്യൂ ഭൂമിയും കയ്യേറിയുള്ള അനധികൃത കയ്യേറ്റങ്ങളും ഹോം സ്റ്റേ നിർമ്മാണവും നടക്കുന്നത്. ഏകദേശം 500 ഏക്കറോളം ഭൂമി ഇവിടെ നിന്നും റവന്യൂവിന്റെയും വനം വകുപ്പിന്റേതുമായ ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ. അനധികൃതമായ ഹോം സ്റ്റേകൾ പെരുകുന്നത് പശ്ചിമഘട്ടത്തിന് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ്. പല കുന്നുകളും മലകളും ഇടിച്ചു നിരത്തിക്കൊണ്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിബിഡമായ വനത്തിനുള്ളിൽ, സംരക്ഷിത വനത്തിനുള്ളിൽ നിന്നാണ് ഇത്തരം ഹോം സ്റ്റേകൾ മുളപൊട്ടി ഉയരുന്നത്. ഇതിനെല്ലാം തന്നെ ഒത്താശ ചെയ്യുന്നത് പഞ്ചായത്താണ്. കാരണം നിർമ്മാണ പ്രവർത്തനത്തിന് പഞ്ചായത്തിന്റെ അനുമതി വേണം എന്നിരിക്കെ ഇവിടെ നിർമ്മിക്കുന്ന 95% നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ തന്നെ മുൻപോട്ട് പോകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉയർന്നാൽ മാത്രമാണ് പഞ്ചായത്ത് അധികൃതർ ഇത് സംബന്ധിച്ച സ്റ്റോപ്പ് മെമ്മോയോ മറ്റു കാര്യങ്ങളിലേക്കോ നടപടികളിലേക്കോ കടക്കുക. പരാതിപ്പെടാൻ പാവപ്പെട്ടവർ ആരും തയ്യാറായില്ലെങ്കിൽ ഈ നിർമ്മാണം അതിന്റെ അന്ത്യഘട്ടത്തിലെത്തുകയും ഹോം സ്റ്റേകൾ നിർബാധം അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയുമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഭൂമി കയ്യേറ്റത്തിന്റെ പിന്നിൽ വലിയ ഒരു മാഫിയ തന്നെ ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ചന്ദ്രമണ്ഡലമാണ്. ആ കുന്നിൻ മുകൾ ചന്ദ്രമണ്ഡലം എന്ന പേരിലാണ് കാന്തല്ലൂരിൽ അറിയപ്പെടുന്നത്. ചെങ്ങറ ഭൂസമരക്കാർക്ക് കഴിഞ്ഞ VS അച്യുതാനന്ദന്റെ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച ഭൂമിയാണ് അവിടെ. 80ഓളം കുടുംബങ്ങൾക്കായിരുന്നു അവിടെ ഭൂമി അനുവദിച്ചത്. എന്നാൽ ഇതിൽ 40ഓളം കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. ബാക്കിയുള്ളവരുടെ ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭൂമാഫിയകളുടെ വലിയ തോതിലുള്ള ഒരു പ്രവർത്തനം ഈ മേഖലയിൽ നിൽക്കുന്നു. പ്രത്യേകിച്ചും എറണാകുളം, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള വൻകിടക്കാരാണ് ഇത്തരം റിസോർട്ടുകളുടെയും ഒപ്പം തന്നെ ഹോം സ്റ്റേകളുടെയും മറവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പഞ്ചായത്തിന് അനുമതിയില്ലാതെ 1000 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് നിർമ്മാണ പ്രവർത്തനമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇത് ആദ്യം ആരംഭിക്കുക. എന്നാൽ അത് മാറി വലിയ കെട്ടിടങ്ങളിലേക്ക് ഈ നിർമ്മാണ പ്രവർത്തനം മാറുന്ന സ്ഥിതിയാണ് ഇപ്പോൾ അവിടെയുള്ളത്. എന്തായാലും വനം വകുപ്പിന്റെ ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉള്ളത് നാട്ടുകാർ തന്നെ അത് പ്രത്യേകിച്ച് അവർ പറയുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സർവേ നടപടികളുടെ ഭാഗമായി ജെണ്ട സ്ഥാപിക്കുന്നതിൽ വലിയ ക്രമക്കേടുകൾ വനം വകുപ്പ് വരുത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാർ. ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് നടക്കുന്ന BJP ദേശീയ കൌൺസിൽ യോഗത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പാക് ഭീകരാക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ദേശീയ കൌൺസിൽ തീരുമാനമെടുക്കും. അതേസമയം BJP ദേശീയ കൌൺസിൽ മുതിർന്ന നേതാവായ PP മുകുന്ദനെ അവഗണിച്ചതിൽ പ്രതിഷേധം.
കൂടുതൽ കുട്ടൻ ചേർന്നുണ്ട്. കുട്ടൻ, എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുക? ഒപ്പം തന്നെ പി പി മുകുന്ദൻ വിഷയം എങ്ങനെയാണ് പൊതുവിൽ പ്രതിഫലിക്കുന്നത്? സൗമ്യ, BJP ദേശീയ കൗൺസിലിന് മുന്നോടിയായുള്ള പൊതുസമ്മേളനം ഇന്ന് വൈകിട്ടാണ് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയും നാളെ നടക്കുന്ന ദേശീയ കൗൺസിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നതിന് വേണ്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം വൈകിട്ട് 4:00 കരിപ്പൂരിലെത്തുക. അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ വെസ്റ്റ് ഹില്ലിലെ വിക്രം മൈതാനിയിലേക്ക് എത്തും. അവിടെ നിന്ന് റോഡ് മാർഗമാണ് പൊതുസമ്മേളനം നടക്കുന്ന കടപ്പുറത്തേക്ക് അദ്ദേഹം എത്തുക എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ള വിവരം. അവിടെ 5:30 മണി മുതൽ നരേന്ദ്രമോദി പൊതുജനങ്ങളെ അഭിവാദ്യം ചെയ്യും. BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിക്കും. ഈ പ്രസംഗം തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടി ദൂരദർശന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഈ പ്രസംഗത്തിലായിരിക്കും പ്രധാനമായും രാഷ്ട്രീയപരമായും മറ്റ് സാമ്പത്തികപരമായും വിദേശകാര്യത്തിൻ്റെ അടക്കം, അതുപോലെ തന്നെ മോദി സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസംഗമായിരിക്കും ഇത് എന്നാണ് പൊതുവെ ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ BJP ദേശീയ കൗൺസിലിന് മുന്നോടിയായി ദേശീയ ഭാരവാഹികളുടെയും സംസ്ഥാന അധ്യക്ഷന്മാരുടെയും സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും യോഗം ഇവിടെ നടക്കുന്നുണ്ട്. ഈ കടവ് റിസോർട്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഇത് സംബന്ധിച്ച് അവിടെ നിന്നും BJP നേതാക്കളിൽ നിന്നും എന്താണ് അവർ തീരുമാനിക്കുന്നതെന്നും ഏത് തരത്തിലുള്ള പ്രമേയങ്ങളാണ് ഉണ്ടാകുക എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ നിലപാടുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗം വരെ കാത്തിരിക്കൂ എന്ന സന്ദേശമാണ്, ഒരു നിർദ്ദേശമാണ് നമുക്ക് മാധ്യമങ്ങൾക്കടക്കം ലഭിച്ചിരിക്കുന്നത്. പൊതുവിൽ BJPയുടെ ദേശീയ നേതാക്കൾ ആരും തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ BJPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി റാം മാധവ് ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളടക്കം എന്താണ് ചർച്ച ചെയ്യുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, പാകിസ്ഥാന്റെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് BJPയുടെ നിലപാട്, ഇതൊന്നും തന്നെ വിശദീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പറയും എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളന ഉദ്ഘാടനം പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ നാളെ ജനറൽ കൗൺസിലിന്റെ ഉദ്ഘാടനവും അദ്ദേഹം തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം ദീൻദയാൽ ഉപാധ്യായയുടെ അനുസ്മരണ ചടങ്ങുകളുടെ ഉദ്ഘാടന പരിപാടികളുണ്ട്. അതും പ്രധാനമന്ത്രി തന്നെയാണ് നിർവഹിക്കുന്നത്. ഈ 3 ചടങ്ങുകൾക്കിടയിലും നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. സൗമ്യ. കുട്ടൻ, ഈ ഒരു വിഷയം പ്രത്യേകിച്ച് നിലവിൽ തന്നെ കേരളത്തിൽ BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് കുമ്മനത്തിന്റെ ചുമതലയേൽക്കലോട് ശേഷമായാലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുകുന്ദൻ വിഷയം കൂടി വരുന്നത്. ഇത്തരം വിഷയങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ സംഘടനാ വിഷയങ്ങളിലേക്ക് വ്യാപകമായ തരത്തിലുള്ള ഒരു ചർച്ചയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത എന്തെങ്കിലും തരത്തിലുണ്ടോ കുട്ടൻ? സൗമ്യ, കേരളത്തിൽ, അതായത് പ്രത്യേകിച്ച് BJPക്ക് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ഈ കേരളത്തിൽ BJPയുടെ ദേശീയ കൗൺസിൽ വെച്ചതിൻ്റെ പിന്നിൽ ഉള്ള അജണ്ട തന്നെ കേരളത്തിലെ പാർട്ടി സംവിധാനം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു. എന്നാൽ ഈ ദേശീയ കൗൺസിൽ കോഴിക്കോട്ട് നടക്കുമ്പോൾ തന്നെ NDA മുന്നണിയിലും അതുപോലെ തന്നെ BJPക്കുള്ളിലും വലിയ പൊട്ടിത്തെറികൾ നടന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ, NDAയുടെ ഭാഗമായ BDJSന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ തങ്ങളുടെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. BJP നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല, BJP തങ്ങളെ ചതിച്ചു എന്നുൾപ്പെടെയുള്ള വളരെ രൂക്ഷമായ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തി. അതേസമയം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ചയും നടത്തി. ഇതൊക്കെ BJP നേതൃത്വത്തെ വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ഒരു പൊതു അജണ്ടയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് തന്നെ ഈ ദേശീയ കൗൺസിൽ യോഗം സംഘടിപ്പിച്ചത്. എന്നാൽ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ PP മുകുന്ദനുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് അറിയുന്നത് പോലെ കേരളത്തിലെ BJPയുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ് PP മുകുന്ദൻ. ഒരു കാലത്ത് സർവ്വപ്രതാപിയായിരുന്നു അദ്ദേഹം. ഇവിടെ കേരളത്തിലെ BJPയിൽ ആര് നേതൃസ്ഥാനത്തേക്ക് വരണമെന്നും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്നടക്കം തീരുമാനിച്ചിരുന്ന ഒരു പ്രതാപിയായ നേതാവായിരുന്നു PP മുകുന്ദൻ. അല്ല, അദ്ദേഹത്തെ ഈ ജനറൽ കൗൺസിലിൻ്റെ ഭാഗമായുള്ള ഒരു ചടങ്ങിലേക്കും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ അതിനുവേണ്ടി PP മുകുന്ദനെ അകറ്റി നിർത്തുന്നതിൽ BJPക്കുള്ളിലെ 3 പക്ഷങ്ങളും ഒരുപോലെ ഐക്യത്തിലാണ്. V മുരളീധരൻ പക്ഷവും PK കൃഷ്ണദാസ് പക്ഷവും പുതിയതായി രൂപപ്പെട്ട കുമ്മനം രാജശേഖരൻ്റെ ഗ്രൂപ്പും, ഈ 3 ഗ്രൂപ്പുകളും PP മുകുന്ദനെ അകറ്റി നിർത്തുന്നതിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതും അദ്ദേഹം സംഘടനാ രംഗത്ത് സജീവമാകുന്നതും ഇവരെല്ലാം ഒരുപോലെ ഭയക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
PP മുകുന്ദനെ ഒരു ചടങ്ങിലേക്കും ക്ഷണിക്കാതിരുന്നത്. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും ദേശീയ പ്രസിഡന്റ് അമിത്ഷായും പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത് പീഡനം അനുഭവിച്ചവരുടെയും 1967 കോഴിക്കോട് സംഘടിപ്പിച്ച ജനസംഘം ദേശീയ കൗൺസിൽ പങ്കെടുത്തവരുടെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെയും ഒരു വലിയ സംഗമ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അത് BJPയുടെ ഒരു വൈകാരികമായ കൂടിച്ചേരൽ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്, BJP നേതൃത്വം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള നേതാവാണ് PP മുകുന്ദൻ. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ദീർഘകാലം അടിയന്തരാവസ്ഥ തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ ജയിലിൽ കിടന്ന നേതാവാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇതിൽ വളരെ കൃത്യമായ അതൃപ്തിയിൽ തന്നെയാണ് PP മുകുന്ദൻ ഉള്ളതും. സൗമ്യ കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോഴിക്കോട് സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിഷേധം. തെരുവ് നാടക രൂപത്തിലാണ് പ്രധാന സമകാലിക വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി സാംസ്കാരിക പ്രവർത്തകർ ഒത്തുകൂടിയത്. കോഴിക്കോട് LIC കോർണറിലാണ് പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി ഒരു കൂട്ടം സാംസ്കാരിക പ്രവർത്തകർ ഒത്തുകൂടിയത്. ആംബുലൻസിന് പണമില്ലാത്തതിന്റെ പേരിൽ ഭാര്യയുടെ മൃതദേഹവും പേറി കിലോമീറ്ററുകൾ നടക്കേണ്ടി വന്ന ഒഡീഷയിലെ മാജി, ദളിത് പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുല, ഹരിയാനയിൽ ബീഫ് കഴിച്ചതിന്റെ പേരിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി എന്നിവർ പ്രതീകാത്മകമായി വ്യത്യസ്ത സ്ഥലത്തു നിന്നെത്തി പ്രതിഷേധത്തിൽ അണിചേർന്നു. വോട്ട് ചെയ്യാനുള്ള അവകാശം പോലെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും പൗരന് അവകാശമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്ട്രീറ്റ് പ്ലേയിലൂടെ ലക്ഷ്യമിട്ടതെന്ന് സാംസ്കാരിക പ്രവർത്തകനായ അനിൽകുമാർ തിരുവോത്ത് പറഞ്ഞു. രാഷ്ട്രീയ ജാഗ്രതയോടെ ഈ ഇന്ത്യയെ, നമ്മുടെ രാജ്യത്തെയും നോക്കിക്കാണുക എന്നും അത് വിളിച്ചു പറയുക എന്നുള്ളതും ഏതൊരാളുടെയും, ഏതൊരു പൗരൻ്റെയും, ഏതൊരു സാംസ്കാരിക പ്രവർത്തകൻ്റെയും കടമയാണ്. ആ കടമ ഞങ്ങളിപ്പോൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇത് കണ്ണു തുറന്ന് ഇന്ത്യയെ കാണാനുള്ള ഒരാഹ്വാനം കൂടിയാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ഈ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രിക്ക് സ്വാഗതം എന്ന ബാനറിന് മുന്നിൽ അണിനിരന്നാണ് സമകാലിക ഇന്ത്യൻ സാഹചര്യത്തെ സാംസ്കാരിക പ്രവർത്തകർ ഓർമ്മപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചരക്ക് സേവന നികുതി ബില്ലിൽ സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച GST കൌൺസിൽ യോഗത്തിൽ തീരുമാനമായില്ല. 1.5 കോടി രൂപയിൽ താഴെ വരുമാനമുള്ള വ്യാപാരികളിൽ നിന്ന് കേന്ദ്രത്തിന്റെ നികുതിയും സംസ്ഥാനം പിരിക്കും. 20 ലക്ഷത്തിൽ താഴെയുള്ള വരുമാനമുള്ള വ്യാപാരികളെ GSTയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായി. GST നടപ്പിലാക്കുമ്പോൾ ഭാവിയിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ എത്ര കുറവുണ്ടാകുമോ ആ കുറവാണ് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരമായി നൽകേണ്ടത്. എന്നാൽ നഷ്ടപരിഹാരം സംബന്ധിച്ച് ധാരണയിലെത്താൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന GST കൗൺസിൽ യോഗത്തിൽ സാധിച്ചില്ല. GST കൗൺസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നഷ്ടപരിഹാരം സംബന്ധിച്ചിട്ടുള്ളതാണ്. നഷ്ടപരിഹാരം സംബന്ധിച്ച് ധാരണയിലെത്തിയാൽ മാത്രമേ മറ്റു നികുതി നിരക്കുകളെ സംബന്ധിച്ചും തീരുമാനമെടുക്കാൻ കഴിയൂ. ഇക്കാര്യത്തിൽ തീരുമാനിക്കാൻ അടുത്ത മാസം 17, 18, 19 തീയതികളിൽ യോഗം ചേരുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. 1.5 കോടി രൂപയേക്കാൾ വരുമാനമുള്ള വ്യാപാരികളിൽ നിന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കണക്കുകൾ പരിശോധിച്ച് നികുതി ഈടാക്കും. 1.5 കോടിയിൽ താഴെ വരുമാനമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കേന്ദ്രത്തിന്റെ നികുതിയും സംസ്ഥാനം പിരിക്കാൻ യോഗത്തിൽ ധാരണയായി. എന്നാൽ സേവന നികുതി പിരിക്കുന്നതിനുള്ള പ്രാപ്തി വരുന്നതുവരെ കേന്ദ്ര സർക്കാർ പിരിച്ചു നൽകട്ടെ എന്ന നിലപാടാണ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് വച്ചത്. അതേസമയം 20 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള വ്യാപാരികളെ GSTയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. 50 ലക്ഷം രൂപ വരെയുള്ളവർ അനുമാന നികുതി നൽകിയാൽ മതിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിലെ ഇരു ഗ്രൂപ്പുകളും VM സുധീരനുമായുള്ള തർക്കങ്ങൾക്കിടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പാർട്ടി പുനഃസംഘടനയിലെ തർക്കങ്ങൾ യോഗത്തിൽ ഉയരും. K ബാബുവിനെതിരായ വിജിലൻസ് കേസിലെ അഭിപ്രായ ഭിന്നതകളും ചർച്ചയാകും. പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് AI ഗ്രൂപ്പുകളും VM സുധീരനുമായുള്ള കടുത്ത തർക്കങ്ങൾക്കിടെയാണ് രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നത്. പുനഃസംഘടന ഒഴിവാക്കി സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണമെന്ന ഗ്രൂപ്പുകളുടെ നിലപാടിനോട് ഹൈക്കമാൻഡിനും യോജിപ്പില്ല. DCC പുനഃസംഘടനയ്ക്കുള്ള തീയതികൾ യോഗത്തിൽ തീരുമാനമായേക്കും. 14 DCC പ്രസിഡന്റുമാർക്കും മാറ്റമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രവർത്തന പരിചയവും ചെറുപ്പക്കാരും വരണമെന്ന നിലപാട് ഹൈക്കമാൻഡ് പ്രതിനിധികൾ യോഗത്തിൽ അറിയിക്കും. K ബാബുവിനെതിരായ വിജിലൻസ് കേസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കണമെന്ന A ഗ്രൂപ്പ് നിലപാടിലും കോൺഗ്രസിൽ യോജിപ്പില്ല. VM സുധീരനോടൊപ്പമുള്ളവരും ഹൈക്കമാൻഡ് പ്രതിനിധികളും ഈ നിലപാടിനൊപ്പമല്ല. പുനഃസംഘടനാ മാനദണ്ഡങ്ങളും രാഷ്ട്രീയകാര്യ സമിതിയുടെ ആദ്യ യോഗത്തിലുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വർഷത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ 9 മുതൽ 16 വരെയായി തലസ്ഥാനത്ത് നടക്കും. 17,000 പ്രതിനിധികൾക്കായി പാസ് നിജപ്പെടുത്താനാണ് സംഘാടക സമിതി തീരുമാനം. നവംബർ 5 മുതൽ 25 വരെയാണ് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടക്കുക. 180ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തുന്നത്.
ഡിസംബർ 9 മുതൽ 16 വരെയായി തലസ്ഥാനത്തെ വിവിധ തിയേറ്ററുകളിലായി നടക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ആദ്യ ജനറൽ കൌൺസിൽ വിലയിരുത്തി. ഇത്തവണ 15,000 പ്രതിനിധികൾക്കായി പാസ് നിജപ്പെടുത്താൻ മേളയുടെ സംഘാടക സമിതി തീരുമാനിച്ചു. തിയേറ്ററുകളുടെ കുറവ് കാരണമാണ് തീരുമാനം. സാംസ്കാരിക മന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നവംബർ 5 മുതൽ 25 വരെയാണ് ചലച്ചിത്രമേളയ്ക്കുള്ള ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടക്കുക. 26 മുതൽ 30 വരെയും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. എന്നാൽ 200 രൂപ അധികം നൽകേണ്ടി വരുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. നവംബർ 5 തുടങ്ങിയിട്ട് നവംബർ 25 വരെയാണ് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഉള്ളത്. 25 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 25 ശേഷം 26 മുതൽ 30 വരെ ലേറ്റായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അതിന് നമ്മൾ ലേറ്റ് ഫീ എന്നുള്ള രീതിയിൽ സാധാരണ ഡെലിഗേറ്റ് പാസ് വാങ്ങിക്കുന്നതിനേക്കാളും ചെറിയൊരു തുക കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. പ്രതിനിധികൾക്ക് 500 രൂപയും വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് പാസ് നിരക്ക്. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് മേളയുടെ ആശയം. 600 ചിത്രങ്ങൾ എത്തിയതിൽ നിന്ന് 180ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുക. കൂടാതെ ചലച്ചിത്ര രംഗത്ത് നിന്നും നമ്മെ വിട്ടുപിരിഞ്ഞവർക്ക് മേള ആദരാഞ്ജലിയും അർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിവിധ രാഷ്ട്രങ്ങളുടെ കറൻസി നോട്ടുകളുടെയും നാണയങ്ങളുടെയും വലിയ സമാഹാരത്തിന്റെ ഉടമയാണ് കാസർഗോഡ് പള്ളിക്കര കുട്ടക്കനി സ്വദേശി ഗംഗാധരൻ. ഗൾഫിലെ പ്രവാസ ജീവിതകാലത്ത് വെറുതെ തുടങ്ങിയ ഹോബിയാണ് ഗംഗാധരൻ ഇങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കാൻ അവസരമൊരുക്കിയത്. നാട്ടിലെത്തിയിട്ടും ഈ രംഗത്ത് സജീവമാണ് ഗംഗാധരൻ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യപൂർവ കറൻസി നോട്ടുകളുടെയും നാണയങ്ങളുടെയും വലിയ സമാഹാരത്തിന്റെ ഉടമയാണ് കാസർഗോഡ് പള്ളിക്കര കൂട്ടക്കനി സ്വദേശി ഗംഗാധരൻ. UAE-യിലെ 19 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഗംഗാധരന് വിലമതിക്കാനാവാത്ത കറൻസി നോട്ടുകളുടെയും നാണയങ്ങളുടെയും സമാഹാരമാണ്. സമ്പാദ്യത്തിൽ ഒരു ഭാഗം ഗംഗാധരൻ ചെലവഴിച്ചത് കറൻസി നോട്ടുകളും നാണയങ്ങളും സ്വന്തമാക്കാനാണ്. ഞാൻ ഷാർജയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പല സുഹൃത്തുക്കളുടെ കയ്യിലും പല രാജ്യത്തിന്റെ കറൻസി കാണുമ്പോൾ വെറുതെ ഒരു രസത്തിന് 2-3 ഇങ്ങനെ ശേഖരിച്ചു തുടങ്ങിയിട്ടാകുമ്പോഴാണ് അതിലുള്ള ഒരു സ്പിരിറ്റ് നമുക്ക് മനസ്സിലായത്. അതുപോലെ ഇത് ശേഖരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം കുറച്ച് രാജ്യങ്ങളെയൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മുടെ ആ റേഞ്ചിന് പുറത്തുള്ള രാജ്യങ്ങളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. 88 രാജ്യങ്ങളിലെ നാണയങ്ങളും 95 രാജ്യങ്ങളിലെ കറൻസി നോട്ടുകളും ഗംഗാധരന്റെ സമാഹാരത്തിലുണ്ട്. ഇപ്പോൾ നിലവിലില്ലാത്ത USSR, യുഗോസ്ലോവിയ തുടങ്ങിയ രാജ്യങ്ങളുടെ കറൻസികളും എന്ന് പ്രചാരത്തിലില്ലാത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാണയങ്ങളും ഗംഗാധരൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗംഗാധരന്റെ തീരുമാനം. കറൻസി കളക്ഷൻ എന്ന ഹോബി നമുക്ക് ഒരുപാട് പണച്ചെലവിലുള്ള ഒരു ഹോബി കൂടിയാണ്. ഇപ്പോഴും എന്റെ ശ്രമം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 44 ലക്ഷത്തിന്റെ അടുത്ത് യുഗോസ്ലാവിയുടെ എന്റെ കയ്യിലുള്ള ഒരു കറൻസിക്ക് വിലയുണ്ട് എന്നാണ് US എക്സ്ചേഞ്ച് പോലുള്ള എക്സ്ചേഞ്ചുകളിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. പ്രവാസ ജീവിതം മതിയാക്കിയ ഗംഗാധരൻ ഇപ്പോൾ നാട്ടിൽ തയ്യൽ കട നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.